ശരി തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, യാതൊരു ഔപചാരികതയില്ലാതെ ആരംഭിക്കുകയാണ്. രണ്ട് വാക്ക് എന്ന് പറയുന്നത് വെറുതെ എല്ലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് വാക്കിൽ കൂടാൻ ആഗ്രഹിക്കുന്നില്ല. സമയം ഒരു പ്രശ്നമാണ്. ഇന്ന് നമ്മുടെ ഈ കൂട്ടായ്മ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. നമ്മൾ ആ ഹൈസ്കൂൾ ജീവിതകാലത്ത് ആ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്തും അതിന് ചുറ്റുപാടും നമ്മൾ കലവിലൂടിയും കളിച്ചും ചിരിച്ചും അധ്യാപകരുടെ ശാസനയേറ്റും അപൂർവം ചിലരുടെ ചൂരൽ പ്രയോഗമേറ്റും ഒക്കെ ആ ഒരു കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മുടെ ഓർമ്മകളെ കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹക്കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ പറ്റാത്ത നമ്മുടെ കൂട്ടുകാർ വെളിയിൽ നിൽക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ടും വിദേശത്തുള്ളവര് മറ്റ് ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം നമ്മളിൽ ഒരുപാട് പേർ ഈ കൂട്ടായ്മയിൽ എത്തുവാൻ സാധിക്കാത്തവരുണ്ട്. അവരെല്ലാവരും മാനസികമായി നമ്മുടെ കൂടെ ഉണ്ട്. നേരത്തെ പ്രഭാഷകരൊക്കെ പറഞ്ഞതുപോലെ തന്നെ സിനിയായാലും തനീഷായാലും വിദേശത്തുള്ള പലരും നമ്മോട് മാനസികമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഏതായാലും ഇത്തരം കൂട്ടായ്മകൾ തന്നെയാണ് നമ്മുടെ ഇടയിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏത് തിരക്കിനിടയിലും ഈ കൂട്ടായ്മയിൽ ചിലർ പങ്കെടുത്തിരിക്കുന്നത് വ്യക്തിപരമായ തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ്. നമ്മുടെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്നതിന് പരമപ്രധാനം കൊടുക്കുന്നു എന്നതാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. ഇനിയും തുടർന്നും നമ്മുടെ കൂട്ടായ്മകളും പരസ്പര ബന്ധങ്ങളും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം, കൂടുതൽ ദൃഢമായി മുന്നോട്ട് പോകണം എന്നാണ് ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരോടും പറയുവാനുള്ളത്. മറ്റൊരു കാര്യം ഈ വേദിയിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ പല കൂട്ടുകാർക്കും ഈ കൂട്ടായ്മ നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് തന്നെ നടക്കുന്നതല്ലേ ഔചിത്യം എന്ന് ചോദിച്ചവരുണ്ട്. കാരണം നമ്മുടെ ഓർമ്മകൾ, നമ്മളുടെ വിദ്യാലയ ജീവിതം അവിടെയാണ് തളം കെട്ടി നിൽക്കുന്നത്. അതിനാൽ തന്നെ നാം അവരുടെ അഭിപ്രായത്തെ മാനിക്കേണ്ടതായും ഉണ്ട്. ഇന്നിവിടെ ഇത്തരം ഒരു കൂട്ടായ്മ, ഇതൊരു വെറൈറ്റിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പലരും അഭിപ്രായപ്പെട്ടതും അത് തന്നെയാണ്. സ്കൂളിന് പുറത്ത് കൂട്ടായ്മ സംഘടിപ്പിക്കണം എന്നുള്ള ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടായ്മ ഇവിടെ നടക്കുന്നത്. പ്രൗഢമായ ഒരു സ്ഥലം തന്നെയാണിത്. നല്ല രീതിയിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദിവസങ്ങളായി ഇതിനുവേണ്ടി ഓടി നടക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ ഈ വേദിയിൽ ഏറെ അഭിനന്ദിക്കുന്നു. ഒരുപാട് വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, ജോലി മാറ്റിവെച്ചുകൊണ്ടാണ് പ്രിയ സുഹൃത്തുക്കൾ രതീശന്റെ നേതൃത്വത്തിൽ, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും ദിനേശനായാലും ശിവനായാലും വിജീഷായാലും ബിജുവായാലും അനീസായാലും എല്ലാവരും, ഇനിയും ഒരുപാട് പേർ, എല്ലാവരും ഇതിന്റെ പിറകിൽ ഓടി നടക്കുകയായിരുന്നു. അവർക്കെല്ലാവർക്കും സ്നേഹാഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ നൽകിക്കൊണ്ട്
ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നമ്മുടെ കൂട്ടായ്മ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ഫോട്ടോ സെഷനാണ്.